മന്ത്രി OR കേളു മാരന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ഷമ്മി, മന്ത്രി OR കേളു കടുവ ആക്രമണത്തിൽ മരിച്ച മാരന്റെ വീട് മാടപ്പള്ളി ഉന്നതി സന്ദർശിച്ചു. അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സർക്കാർ നൽകാനുള്ള സഹായധനത്തിന്റെ ആദ്യ ഗഡു 6 ലക്ഷം രൂപ നൽകിയതായും അതിനുശേഷമുള്ള 4 ലക്ഷം രൂപ മറ്റു നടപടിക്രമങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആദിവാസി ഉന്നതികളെ അല്ലെങ്കിൽ ഗോത്രവർഗ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാടുകളിലേക്ക് വിറക് ശേഖരിക്കാനായി പോകുന്ന പ്രവണത തുടരുകയാണ്. അത് ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് OR കേളു പറഞ്ഞിരിക്കുന്നത്. കാരണം വലിയ അപകടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. വന്യമൃഗ ആക്രമണം കൂടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി ഇത് അവസാനിപ്പിക്കണം. ഗ്യാസ് കണക്ഷനുകൾ ഉന്നതികളിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മാടപ്പള്ളി ഉന്നതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ സന്ദർശിച്ചപ്പോഴും കണ്ടെത്തിയ ഒരു കാര്യം, 17 കുടുംബങ്ങളിലായി 17 വീടുകളിലായി 37 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അത് ആ ഒരു സ്ഥിതി മാറാൻ ഇവിടെ നിന്നും ഉന്നതികളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാകുന്ന കുടുംബങ്ങൾക്ക് പുറത്ത് വീടും സ്ഥലം കണ്ടെത്തി നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കൂടിയായ OR കേളു പറഞ്ഞിരിക്കുന്നത്. മാടപ്പള്ളി ഉന്നതിയിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് പുറത്ത് വീടും സ്ഥലം കണ്ടെത്തി വീട് വെച്ച് നൽകാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.